അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനപ്പെട്ട സർനൂജി ഇമാം റളിയല്ലാഹു അൻഹു മുതഅല്ലിമീങ്ങൾക്ക് തഅലീമിൻ്റെ മര്യാദകളും രീതികളും ശൈലികളുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടി രചിച്ച തഅലീമുൽ മുതഅല്ലിമിൻ്റെ ദർസിലാണ് നമ്മളുള്ളത്. അള്ളാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനവറുകൾ എഴുതി ചേർത്തത് നമുക്കൊന്ന് വായിക്കാം. വകഫ ബിലദ്ദത്തിൽ ഇൽമി, വകഫ മതിയാകും, ബിലദ്ദത്തിൽ ഇൽമി ഇൽമിൻ്റെ മാധുര്യം, ഇൽമിൻ്റെ ആനന്ദം, വൽ ഫിഖ്ഹ് കർമ്മശാസ്ത്ര പഠനത്തിൻ്റെയും, വൽ ഫഹ്മ് മനസ്സിലാക്കി പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്യുന്നതിൻ്റെയുമൊക്കെ രസം, ആനന്ദം മതിയാകുന്നതാണ് ദാഴിയൻ പ്രേരകനായിട്ട്, വബാഴിസൻ മോട്ടിവേറ്ററായിട്ട്, പ്രോത്സാഹകനായിട്ടും, ലിൽ ആഖിലി ബുദ്ധിയുള്ളവന് അലാ തഹ്സീലിൽ ഇൽമ് കരസ്ഥമാക്കുന്നതിന്. അഥവാ ഇൽമ് നേടിയെടുക്കാൻ ഒരു മോട്ടിവേറ്ററായിട്ടും പ്രേരകനായിട്ടും ആ അറിവിൻ്റെയും പഠനത്തിൻ്റെയും രസവും മധുരവും ആനന്ദവും തന്നെ ധാരാളമാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ ഇൽമ് പഠിക്കാൻ അവന് കൂടുതൽ ആവേശം കിട്ടും. വഖദ് യതവല്ലദുൽ കസ്ലു, കസ്ല് മടി മിക്കവാറും ഉണ്ടാകുന്നത് മിൻ കസ്റത്തിൽ ബൽഗം, കഫം കൂടുമ്പോഴാണ്, കഫക്കെട്ടുണ്ടാകുമ്പോഴാണ്. വറുതുബാത്ത് ദുർമേധസ്സുകളും, ദഹനക്കേട്, കഫം, ശോധനക്കുറവ്, ഇങ്ങനെയൊക്കെയുള്ള വയറ് സംബന്ധമായ പല രോഗങ്ങളും കാരണമാണ് പലപ്പോഴും മനുഷ്യന് മടിയുണ്ടാകുന്നത്. ത്വരീഖു തഖ്ലീലിഹി, ഈ കഫവും ദുർമേധസ്സുകളും വയറ് സംബന്ധമായ പ്രശ്നങ്ങളുമൊക്കെ കുറക്കാനുള്ള ഏറ്റവും വലിയ മാർഗം തഖ്ലീൽ ത്വാം, ഭക്ഷണം കുറക്കലാണ്, കുറഞ്ഞ ഭക്ഷണം കഴിക്കുക. ഖീല, ആപ്തവാക്യമുണ്ട്, ഇത്തഫഖ 70 ത്വബീബൻ, 70 കണക്കിന് ഡോക്ടർമാർ ഏകോപിച്ച ഒരഭിപ്രായം, കസ്റത്തൻ നിസ്യാനി മിൻ കസ്റത്തിൽ ബൽഗം, കഫക്കെട്ടുകളും വയറ് സംബന്ധമായ പ്രശ്നങ്ങളുമൊക്കെ കാരണമാണ് പലപ്പോഴും മടി ഉണ്ടാകുന്നത് എന്നത്. വകസ്റത്തുൽ ബൽഗം, കഫക്കെട്ടുണ്ടാകുന്നത് മിൻ കസ്റത്ത് ഷുർബിൽ മാ, ആവശ്യത്തിലധികം വെള്ളം കുടിക്കുമ്പോഴാണ്. വെള്ളം കുടിക്കണം, ശരീരത്തിന് ആവശ്യമായ അത്രയും വെള്ളം കുടിക്കണം. ഓരോ പ്രായത്തിനും ആരോഗ്യത്തിനുമനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കൂടുകയും കുറയുകയും ചെയ്യും. എന്നാൽ ആ ആവശ്യത്തിലധികം വെള്ളം കുടിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. വകസ്റത്തു ഷുർബിൽ മാ, ഈ വെള്ളം കൂടി വർദ്ധിക്കാനുള്ള കാരണം മിൻ കസ്റത്തിൽ അഖിൽ, തീറ്റ വർദ്ധിക്കുമ്പോഴാണ്. ഭക്ഷണം കൂടുമ്പോൾ വെള്ളം കുടിയും ഓട്ടോമാറ്റിക്കലി കൂടേണ്ടി വരും, അത് വർദ്ധിക്കും. വൽ ഖുബ്സുൽ യാബിസ്, ഉണക്ക റൊട്ടി അല്ലെങ്കിൽ ഉണക്കപ്പത്തിരി, കറിയൊന്നും കൂട്ടി വലിയ സുഭിഷ്ടമായ ഭക്ഷണമല്ലാത്ത ഉണങ്ങിയ റൊട്ടിയും പത്തിരിയും ചപ്പാത്തിയും ഒക്കെ കഴിക്കുന്നത് യഖ്തഉൽ ബൽഗം, അത് കഫത്തെ മുറിച്ച് കളയും. വകദ അക്ലു സബീബ്, ഉണക്കമുന്തിരി കഴിക്കുക, അല റീഖ്, വെറും വയറ്റിൽ, രാവിലെ എഴുന്നേറ്റ ഉടനെ വെറും വയറ്റിൽ തന്നെ ഉണക്കമുന്തിരി കഴിക്കുന്നതും കഫം മുറിയാൻ കാരണമാണ്. വലാ യുക്സിറു മിൻഹു ഹത്താ ലാ യഹ്താജു ഇലാ ഷുർബിൽ മാ, മുന്തിരി കഴിച്ചാൽ കഫക്കെട്ട് മാറുമെന്ന് കരുതിയിട്ട് ഒന്നായിട്ട് വാരിക്കഴിച്ച് അത് കാരണം വീണ്ടും വെള്ളം കുടിക്കേണ്ട അവസ്ഥ വരുന്ന ഒരു രീതി ഉണ്ടാകരുത്. അങ്ങനെയാകുമ്പോൾ ഫയസീദുൽ ബൽഗം, അത് വീണ്ടും കഫക്കെട്ടിന് കാരണമാവുകയാണ് ചെയ്യുക. രണ്ടാമത്തെ ഒരു മരുന്ന് വസ്സിവാക്ക്, ബ്രഷ് ചെയ്യുക, വായ വൃത്തിയാക്കുക. യുഖല്ലിലുൽ ബൽഗം, സിവാക്ക് കഫത്തെ മുറിച്ച് കളയും, ഇല്ലാതെയാക്കും. വയസീദു ഫിൽ ഹിഫ്ള്, ഹിഫ്ള്
മനഃപ്പാഠമാക്കാനുള്ള ശക്തി കൂട്ടും. വൽ ഫസാഹ, അക്ഷരസ്ഫുടതയും. ഫഇന്നഹു സുന്നത്തുൻ സനിയ, വലിയ പ്രതിഫലമുള്ള ആലിയായ ഉന്നതമായ സുന്നത്താണത്. വയസീദു ഫി സവാബി സ്വലാഹ്, നിസ്കാരത്തിൻ്റെ പ്രതിഫലം ഈ മിസ്വാക്ക് കാരണം വർദ്ധിക്കും. വ ഖിറാഅത്തിൽ ഖുർആൻ, ഖുർആൻ ഓതുന്നതിൻ്റെ പ്രതിഫലവും വർദ്ധിക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.